നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയാണ്. ഇത്ര കാഠിന്യമേറെ സർക്കാരിൻ്റെ ഔദ്യോഗിക മുന്നറിയിപ്പുണ്ട്, പകല് പുറത്തിറങ്ങരുത്, പകലത്തെ തൊഴിൽ സമയങ്ങൾ ഒഴിവാക്കണം, 10 മുതൽ 3 വരെ പുറത്തിറങ്ങരുത് എന്നതാണ്. പക്ഷേ കാണുക ഈ തത്സമയ ദൃശ്യം. അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയക്രമം പാലിച്ചാൽ അവർക്ക് ജീവിക്കാനാവില്ല. അതുകൊണ്ട് ചൂടിനെ മറികടന്നുകൊണ്ട് ഇത് സഹിച്ച് അവർക്ക് പുറത്തിറങ്ങി മത്സ്യബന്ധനം നടത്തണം എന്നതാണ് അവരുടെ സാഹചര്യം. അങ്ങനെ തൊഴിൽ മേഖലകളെ വ്യത്യസ്ത രീതിയിൽ ഗുരുതരമായി ഈ ചൂട് ബാധിക്കുന്നു എന്നതാണ് സാഹചര്യം. അതാണ് നമ്മളിപ്പോൾ ശംഖുമുഖത്ത് നിന്നും കാണുന്ന കാഴ്ച. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നമ്മൾ പറയുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പൊതുചിത്രം. ഒരുപക്ഷെ ഇപ്പോൾ ഈ പകൽ സമയത്ത് എല്ലാവരും കടലിലേക്ക് പോയി കാണും. എന്താണ് അവിടുത്തെ സാഹചര്യം? ചൂടിൻ്റെ കാഠിന്യം എത്ര കണ്ട് ഗുരുതരമാണ് അവിടെ? സൈത്ത്, നമ്മളിപ്പോൾ ശംഖുമുഖം ബീച്ചിലാണ് ഉള്ളത്. ശംഖുമുഖം ബീച്ചിൽ സാധാരണ നിലയിൽ ഞായറാഴ്ചകളിൽ കുറച്ചുകൂടി ആളുകൾ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവധി ദിവസങ്ങളിൽ വെക്കേഷൻ ടൈമിലൊക്കെ കൂടുതൽ ആളുകൾ പകൽ സമയത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയൊരു തിരക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ശംഖുമുഖത്തിന്റെ ഇപ്പോൾ ഇവിടെ ഒരു കുടുംബം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാലാവസ്ഥ? ചൂട് മൊത്തത്തിൽ കൂടുതലാണ്. ഒരു ഐസ്ക്രീം കുടിക്കാൻ അല്ലാണ്ട് രക്ഷയില്ല. സാധാരണ ഈ പകൽ അവധിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പകലൊക്കെ പുറത്തിറങ്ങിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പുറത്തിറങ്ങാൻ മൊത്തത്തിൽ മടിയാണ്. കാരണം ചൂട് കൂടുതലാണ്. ഞാൻ വിയർക്കുന്നു. അതെ, 9 മണിക്ക് വന്നതാണ്. നല്ല ചൂടാണ്. ഇന്ന് സൂര്യന്റെ ഒരു ചെറിയ മൂടലുണ്ട്, മഴയുടെ ലക്ഷണം. ഇന്നിപ്പോ ചെറിയൊരു മൂടൽ തിരുവനന്തപുരത്തുണ്ടല്ലേ നഗരത്തില് സൈത്ത്? അതാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ ചെറിയൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തിരുവനന്തപുരത്തുണ്ട്. അതിന്റെ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു ആവി ഉണ്ടല്ലോ. ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല 10 മണിയായപ്പോഴത്തേനും വെന്തുരുകുന്ന ചൂടായിരുന്നു. എങ്ങനെയുണ്ട്? ഐസ്ക്രീം കുടിക്കുകയാണ്? ചൂടാണോ? ചൂടാണ്. സാധാരണ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങുന്നുണ്ടോ? ഇപ്പൊ ഈ സമയത്ത് ഇല്ല, ഞങ്ങളിപ്പോ ഇങ്ങനെ ആദ്യമായിട്ട് വരികയാണല്ലേ? നമുക്ക് ഇവിടുത്തെ ഒരു വിൽപ്പനക്കാരൻ ചേട്ടൻ കൂടെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പൊ ഈ പകൽ സമയത്ത് ചൂട്? ഭയങ്കര ചൂടാ. കുറച്ചുകൂടെ ആള് വരേണ്ടതായിരുന്നില്ലേ? കുറച്ചുകൂടെ ആൾക്കാർ വരേണ്ടതാണ്. ആരും വരുന്നില്ല. ചൂടായോണ്ടൊക്കെ ആരും വരുന്നില്ല. വൈകുന്നേരം ആളുകൾ ഇറങ്ങുന്നു. സന്ധ്യക്ക് ആളിറങ്ങും. ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ ശംഖുമുഖത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു തൊഴിൽ സമയത്തിന്റെ ക്രമീകരണമൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അവർ ഈ ചൂടിനെയൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ആ നിലയ്ക്ക് ഉള്ള ഒരു ഇതാണ്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? ചൂട് കുഴപ്പമില്ല. ഇന്ന് കുറച്ച് കുറവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ മൂടിക്കെട്ടി ഒരു അന്തരീക്ഷം നിൽക്കുന്നത്. അതെ, മറ്റു ദിവസങ്ങളിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നല്ല ചൂടായിരുന്നു. ഇന്നും ചൂടുണ്ട്. ഈ ക്ലൈമറ്റ് ഇത്തിരി മാറ്റമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ചൂടാണ്. പകൽ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആളിന്റെ എണ്ണത്തിലും കുറവുണ്ട്. വൈകുന്നേരം തന്നെ ആൾ കൂടും. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ജീവിതം. എത്ര ചൂടായിരുന്നാലും അവർ വിടും, പല വിടും. ഒന്നും ഇല്ലാതാണ് ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നത്. കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഇല്ല. സൈത്ത്, അതാണ് ഇതിപ്പോ ഈ ചൂടായാലും മഴയായാലും ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഉപജീവനത്തിന്റെ ഒരു സാഹചര്യം അത് മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു മാറി നിൽക്കാൻ പറ്റുന്ന ഒരു നിലയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മത്സ്യബന്ധനം നടക്കുന്നുണ്ട്. കടലിൽ ധാരാളം വള്ളങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ വല വലിക്കാനുള്ള ആളുകളുമൊക്കെ തയ്യാറായി നിൽപ്പുണ്ട്. അവർ ഈ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം കരയ്ക്ക് കയറ്റാനുള്ള മത്സ്യത്തൊഴിലാളികൾ അവരെല്ലാം തന്നെ ഇവിടെ തയ്യാറായി ഇരിപ്പുണ്ട് അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു കാഴ്ചയാണ്. ഏതായിരുന്നാലും ഈ അൾട്രാ വയലറ്റ് രശ്മികളുടെ തീവ്രത അത് ശക്തമായി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സർക്കാർ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത, ഒരു ശ്രദ്ധ എല്ലാവരും വെച്ചു പുലർത്തണമെന്ന ഒരു മുന്നറിയിപ്പ് സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. 2 മുതൽ ഒരുപക്ഷെ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരാം. അതിൽ ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ അത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി തൊട്ടടുത്ത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെ 37-38 ഡിഗ്രി വരെയൊക്കെ, ഇപ്പോൾ കണ്ണൂരിൽ 40 ഡിഗ്രി വരെ
സെൽഷ്യസ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വേനൽ മഴ മാറി നിന്നാൽ ഒരുപക്ഷെ കടുത്ത ഈ വേനലിലേക്ക് അല്ലെങ്കിൽ വരൾച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം അതും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മാർച്ച് മാസം കഴിയുന്നേ ഉള്ളൂ. ഇനി വീണ്ടും 2 മാസം കൂടി കഴിഞ്ഞ് ഏപ്രിൽ മെയ് കഴിഞ്ഞ് ജൂണിൽ നമ്മൾ മഴ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതിനിടയിൽ കൃത്യമായി വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ ഡാമുകളിലെ ജലത്തിന്റെ തോത് അതിന്റെ ഒരു ഇപ്പോഴുള്ള ഒരു സംഭരണ ശേഷിയുണ്ട്, അതിൽ കുറവ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തെയൊക്കെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഈ ഫ്ളാറ്റുകൾ ധാരാളം ഉണ്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ, അതായത് 2 സെന്റിലും 3 സെന്റിലും ഒക്കെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും തന്നെ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ കുഴൽക്കിണറോ പോലുള്ള സംവിധാനങ്ങളില്ല. ഈ കോർപ്പറേഷന്റെ വെള്ളം അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ഇതൊക്കെയാണ് ഇവർ കുടിവെള്ളത്തിന് ഉൾപ്പെടെ ആശ്രയിക്കുന്നത്. 2-3 ദിവസം തന്നെ ഈ പൈപ്പ് പണിക്ക് വേണ്ടി 1-2 ദിവസം തന്നെ വെള്ളം വന്നില്ലെങ്കിൽ ആകെ താറുമാറാകുന്ന നിലയിലാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഓഫീസിൽ പോകുന്നവർ, ഇവർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ 4 ദിവസം 5 ദിവസം വരെയൊക്കെ പണി നീണ്ടുപോയ സമയമുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഈ കുപ്പിവെള്ളം പോലും കടകളിൽ വാങ്ങാൻ കിട്ടില്ല. അതായത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കടകളിൽ ഇരിക്കുന്ന 5 ലിറ്ററിന്റെയോ 2 ലിറ്ററിന്റെയോ ഒക്കെ കുപ്പിവെള്ളം ആളുകൾ പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുപോകുന്ന സാഹചര്യം പോലും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇത്രയും വലിയ കടുത്തൊരു വേനൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. 30% വേനൽ മഴ അധികം ലഭിച്ചു. ഇതുവരെയുള്ള കണക്ക് പ്രകാരമാണ്. പക്ഷെ ഇനിയുള്ള മാസങ്ങളിൽ അത് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യമുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. നമുക്കറിയാം, മാത്യു ടി തോമസ് മന്ത്രിയായിരുന്നപ്പോൾ ഈ ജലവിഭവ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഈ അരുവിക്കര ഡാമിൽ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ കൂടുതൽ ആഴം കൂട്ടിക്കൊണ്ടുള്ള പരിപാടി, അതായത് ഈ വൃഷ്ടിപ്രദേശത്ത് നിന്ന് കൂടുതൽ ജലം ഒഴുകി വരുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ച ചരിത്രമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. മാത്രമല്ല, നമ്മൾ ഡാമുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, അത് ഈ വൃഷ്ടിപ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന പാറക്കല്ലുകൾ, ചെളി, മണൽ അല്ലെങ്കിൽ മരങ്ങൾ, ഇതെല്ലാം തന്നെ അടിഞ്ഞുകൂടിയിട്ട് ഈ സംഭരണശേഷി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തോമസ് ഐസക് മന്ത്രിയായിരുന്നപ്പോൾ VS സർക്കാരിന്റെ കാലത്ത് ഒരു ചർച്ച ഉയർന്നു വന്നതാണ്. ഡാമുകളിലെ മണൽ വാരി അത് വിൽപ്പന നടത്തുക എന്നത്. 2 ഗുണം. ഒന്ന്, ഈ സംഭരണശേഷി കൂടും. മറ്റൊന്ന്, സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരും. അന്ന് നിർമ്മിതി കേന്ദ്രങ്ങൾ വഴി ഈ മണൽ വിൽക്കുമെന്ന പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. പക്ഷേ അതിപ്പോഴും നടന്നിട്ടില്ല. റോഷി അഗസ്റ്റിനും ആ തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഡാമുകൾ ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഈ ഡാമിലെ ചെളി വാരുമ്പോൾ വെള്ളം കലങ്ങുമോ എന്നതാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ഏതായിരുന്നാലും ഈ ജല ദൗർലഭ്യത്തിലേക്ക് പോകാതെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി സർക്കാരിന് മുന്നിലുണ്ട്. വിനോദ് സൂചിപ്പിക്കുന്നത് പോലെയുള്ള സാഹചര്യമാണ്. വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ്. സർക്കാർ വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.